നമസ്കാരം. അന ഡി അർമസിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ക്രഷാണ്. പുള്ളിക്കാരി ഹോട്ടാണ്, സെക്സിയാണ്, ഗംഭീരമാണ്. അതുകൊണ്ട് ഈ പടം എനിക്ക് അതും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഗൈസ്, ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ആ ഒരൊറ്റ പേര് മതി നമുക്ക് ഈ സിനിമയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട്. ജോൺ വിക്ക് വേൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണും പൂട്ടി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐ ലവ് ദിസ് മൂവി. ഇറ്റ് വാസ് സൂപ്പർബ്. ആ തഗ് ലൈഫ് കണ്ട നമ്മുടെ ഉലകനായകൻ തഗ് ലൈഫ് കണ്ടതിന് ശേഷം എനിക്ക് ഈ പടം കണ്ടത് വളരെ നന്നായി. ബാലറീന കണ്ടിട്ടാണ് അത് കണ്ടിരുന്നെങ്കിൽ ഉള്ള മൂഡ് പോയാൽ ഇന്നത്തെ ദിവസം. എന്തിനാണെങ്കിലും നമ്മളൊരു ജോൺ വിക്ക് സീരീസിൻ്റെ ഒരു ചിന്തയിൽ വെക്കരുത്. നമ്മുടെ കിയാനോ റീവ്സിൻ്റെ ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ഓറയും അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ബട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, സി യു കാൺ ബി ദാറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ ജോൺ വിക്കും പുള്ളി അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതായത് യു ആർ നോട്ട് ഓവർ എനിബഡി എന്ന് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട് ഈ ലോകത്ത്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക വൃത്തിക്ക് എന്ന് പറയുന്ന സാധനം. ജോൺ വിക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു അസാസിനേഷൻ, അങ്ങനെ ബൗണ്ടി ഹണ്ടേഴ്സ്, അതങ്ങനെ ഒരു ലോകം. ഇവരെന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാർ. ഭയങ്കര രസമായിട്ടാണ് ആ വേൾഡിനെ അവർ ട്രീറ്റ് ചെയ്തേക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അന ഡി അർമസ് വാസ് ഫ്രിക്കൻ ഓസം. ഫൈറ്റ് സീക്വൻസ് ഒരുപാട് ഡ്യൂപ്പും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് അറിയാം. എന്നാൽ പോലും ഒരു പുള്ളിക്കാരി എടുത്ത ഒരു എഫേർട്ടുണ്ട് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ. അതറിയണമെങ്കിൽ പുള്ളിക്കാരി മറ്റേ ജെയിംസ് ബോണ്ട് സിനിമയിൽ ഇത്തിരി വന്നിട്ട് പോകണം മാത്രം കണ്ടാൽ അത് വേറെ ലെവലാണ് പുള്ളിക്കാരി ആ ഒരു കേസിൽ. ഈ സിനിമയും പുള്ളിക്കാരി ത്രൂ ഔട്ട് ആ ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഗ്രനൈഡ് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. ഈ സായിപ്പന്മാരിത് എങ്ങനെയാണ് ചെയ്യണത്? അത് എങ്ങനെ അവന്മാർക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു രക്ഷയില്ല. ഈ ഓരോ പുതിയ സാധനങ്ങൾ എവിടെ നിന്നാ ചിന്തിച്ചെടുത്തുകൊണ്ട് വരണത്? ഒരു ഫ്ലെയിം ത്രോയറിൻ്റെ ഒരു സീൻ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടാണ്. പക്ഷേ ഗ്രനൈഡ് വെച്ചിട്ട് ഒരു കലാപരിപാടി ഉണ്ട് ഈ സിനിമയിൽ. ഓഫ് പൊളി. ആ ഒരു ഒറ്റ സാധനത്തിൽ തന്നെ എൻ്റെ കാശ് മുതലായടേ. ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല, ക്ലാസ് അപ്പാർട്ടാണ്. പിന്നെ അറിയാലോ, ലോജിക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക. ഇവളൊക്കെ എത്ര അടി കൂടെ, ഇവർക്ക് തളരൂലേ, ഇവളാര് എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ വെറുക്കും. ജോൺ വിക്ക് പോലെ തന്നെ. ജോൺ വിക്ക് മറ്റേ എത്രയോ അടി അവിടെ നിന്ന് വീഴുന്നു, ഒരുപാട് സ്റ്റെയർ കേസിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുന്നു, എവനൊന്നും പറ്റൂല ഇടയെന്ന് ചോദിക്കണം. ആ പരിപാടി ഇതിലും ഉണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ജോൺ വിക്ക് പരിപാടിയാണെന്ന് പറഞ്ഞ് അങ്ങ് പോവുക. പിന്നെ നമ്മളെ അണ്ണ ഇതിലുണ്ട്. അണ്ണ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ചുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുക ജോൺ വിക്ക് ആരാണെന്ന് നമുക്കതിൽ കാണാൻ പറ്റും. അതാണ് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഒന്നുമല്ല എന്ന് നമുക്ക് അത് ഭയങ്കര രസമായിട്ട് രാവിലെ ഭയങ്കര അടിപൊളിയായിട്ട് പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഒരു വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വളരെ ഒരു ഫിലിമി സാധനം തന്നെയാണ് പിടിച്ചത്. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല, സ്റ്റോറി ലൈനല്ല, മേക്കിങ്ങും ആക്ഷൻ സീക്വൻസും സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡോൾബി സിനിമാസിലാണ് പോയി കണ്ടത്, നമ്മുടെ ദുബായ് മോളിൽ. ആടിപ്പൊളിയായിരുന്നു. കേടിലാം സൗണ്ടും കേടിലാം ക്ലാരിറ്റിയും സൗണ്ട് മിക്സിംഗ് ഒക്കെ ചില സാധനമൊക്കെ നല്ല കീഴ മറ്റേ റെട്രോ മറ്റേ ടെക്നോ മ്യൂസിക്കും ബഹളവും അതിൻ്റെ ഇടയിൽ മറ്റേ സൂപ്പർ ആടിപ്പൊളി. ഡോൾബി അറ്റ്മോസ്ഫിയർ തന്നെ കാണാൻ പറ്റിയ മസ്റ്റായിട്ടും നിങ്ങളത് കാണുക. കിഡിലാൻ സിനിമ. ക്ഷീണം മാറിയടേ ആ തഗ് ലൈഫിൻ്റെ. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ലെൻ വൈസ്മെൻ എന്നും പറയുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ പഴയ പാടങ്ങളേതാടേ ലെൻ വൈസ്മെൻ്റെ. മറ്റേ അങ്ങേരല്ല കേട്ടോ, നമ്മുടെ ജോൺ വിക്ക് സീരീസ് എടുത്ത മറ്റേ ചാഡ് വിലസ്കിസ്കിയെ എന്തോ ഒരു റഷ്യക്കാരനാണ്. അങ്ങേരല്ല, ഇങ്ങേരാണ്. ഇയാൾ ഏതടേ, ഇയാൾ ഡയറക്റ്റ് ചെയ്തേക്കണ ഒന്നും ഇല്ലേടേ. രാത്തപ്പെടുമോ? ഞാൻ എന്തോ എനിക്ക് വല്ല അസിസ്റ്റൻറ്റ് ഡയറക്ടർ അങ്ങനെ എന്തെങ്കിലും ആയി കാണും. പിന്നെ അന ഡി അർമസ്, കിയാനോ റീവ്സ്, ഇയാൻ മെക്ഷെയ്ൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ആക്ഷൻ ചെയ്തവന്മാരെയൊക്കെ സത്യം പറഞ്ഞ് മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ അവനൊക്കെ മേടിച്ചു കൊടുക്കും. ആ ഗ്രനൈഡ് സീൻ എക്സിക്യൂട്ട് ചെയ്തവന്മാരുണ്ടല്ലോ, അവന്മാരെ നമിക്കണം. എന്തോന്നടാ, എങ്ങനെയാടാ ഇതൊക്കെ? എന്ത് രസമായിട്ടാടാ എടുത്ത് ചെയ്ത്. സോറി, വളരെ വയലൻ്റാണ്. പക്ഷേ വളരെ വയലൻ്റാണ് കേട്ടോ സിനിമ. വെട്ടുകുത്ത്, കൊലപാതക, ചീറ്റൽ, ചെതറൽ ഒക്കെ ഉണ്ട്. സോ അതൊന്ന് ആലോചിച്ചിട്ടും കണ്ടൊക്കെ വേണം. കൊച്ചു പിള്ളേരെയും കൊണ്ട് പോകാൻ ടൂറിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ വിക്ക് സിനിമ കാണാനായിട്ട് ദൈവത്തിന് പുറത്ത്. എന്തിനാണെങ്കിലും സൂപ്പർ പടമായിരുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറഞ്ഞേക്കുക. ബൈ ദ വേ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം. ഓക്കെ.